തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിലെ 6 മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ച സംഭവത്തിൽ പ്രതികരണവുമായി സമിതി ജനറൽ സെക്രട്ടറി. കുഞ്ഞിന് മുൻപേ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപി പറഞ്ഞു. നിലവിൽ 6 കുട്ടികൾ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഈ കുട്ടികളെ പല ദിവസങ്ങളായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതാണെന്നും അരുൺ ഗോപി പറഞ്ഞു. ആ കുഞ്ഞ് 15/9 2024 ആ കുഞ്ഞ് CWC ഉത്തരവ് പ്രകാരം SIT ഹോസ്പിറ്റലിൽ സമ്മതിക്ക് ലഭിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുട്ടിക്ക് വിവിധ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി ഫെബ്രുവരി 22 ആ കുഞ്ഞ് ബ്രീത്തിങ് ഇഷ്യൂവിൻ്റെ ഭാഗമായി ബ്രീത്തിങ് ഇഷ്യൂവും പനിയും ഒക്കെ ആയിട്ട് കുഞ്ഞിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നു. ആശുപത്രി കാണിക്കുന്നു, അഡ്മിറ്റ് ആയതിനു ശേഷം കുഞ്ഞിൻ്റെ യൂറിൻ കൾച്ചർ ചെയ്യുന്ന സമയത്ത് ഒരു ബാക്ടീരിയ വൈറസിൻ്റെ ഒരംശം കണ്ടെത്തുന്നു. അതിൻ്റെ ഭാഗമായി മാർച്ച് 7 വരെ കുട്ടി ഹോസ്പിറ്റലൈസാണ്. വിവരങ്ങളുമായി അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. അജീഷ്, ഗുഡ് ഈവനിങ്. അജീഷ് തന്നെയാണ് ഈ വാർത്ത കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. രണ്ടാമത്തെ ശിശുമരണം, ഒപ്പം തന്നെ 6 കുഞ്ഞുങ്ങൾ ചികിത്സയിലാണെന്ന് പറയുന്നു. പക്ഷേ ഇതിലൊരു അസ്വാഭാവികതയില്ല. മരിച്ച കുഞ്ഞിന് മുൻപ് തന്നെ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ ചികിത്സയിലുള്ള കുഞ്ഞുങ്ങളാണെങ്കിലും പല ദിവസങ്ങളായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടതാണെന്നുമാണല്ലോ വിശദീകരണം. ക്രിസ്റ്റീന, ഈ ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ 44 കുട്ടികളാണ് 1 വയസ്സിന് താഴെയുള്ള ഈ ശിശു സമിതിയിൽ ഇപ്പോൾ കഴിയുന്നത്. അതിൽ 23 കുട്ടികൾ പ്രത്യേക പരിചരണങ്ങൾ കിട്ടേണ്ട കുട്ടികളാണ്. അതായത് ആരോഗ്യ പ്രശ്നങ്ങൾ ജനിച്ചപ്പോൾ മുതൽ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള കുട്ടികളാണ്. അവർ ഇത്തരത്തിലുള്ള കുട്ടി, ഈ കഴിഞ്ഞ ദിവസം മരിച്ച കുട്ടിയും ഇങ്ങനെ ആരോഗ്യ പ്രശ്നമുള്ള ഒരു കുട്ടിയായിരുന്നു. കഴിഞ്ഞ 20 ദിവസം SIT ആശുപത്രിയിൽ ഈ ശ്വാസസംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കിടന്ന കുട്ടിയാണ്. ഒരാഴ്ച മുമ്പായിരുന്നു വീണ്ടും തിരികെ അസുഖം ഭേദമായതിനെ തുടർന്ന് വീണ്ടും ഇവിടെ CWCയിലേക്ക് എത്തിച്ചത്. ഇന്നലെ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് രാവിലെ തന്നെ SIT ആശുപത്രിയിൽ കൊണ്ടുപോയി. 9 മണിയോടെയാണ് ഈ മരണം സംഭവിക്കുന്നത്. ഇതിനെ തുടർന്നാണ് പിന്നീട് 1 മാസം മുമ്പ് സമാനമായി 1.5 വയസ്സുള്ള ഒരു കുട്ടിയും മരിച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഒരു വിവാദം ഉണ്ടായത്. തുടർന്ന് പോസ്റ്റ്മോർട്ടം നടത്തി. പോസ്റ്റ്മോർട്ടത്തിൻ്റെ പ്രാഥമികമായ ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത് കുട്ടിക്ക് ന്യൂമോണിയ ബാധിച്ചതാകാമെന്നാണ്. ഇതിൻ്റെ ഒരു ഫൈനൽ റിപ്പോർട്ട് ഇനി കിട്ടേണ്ടിയിരിക്കുന്നു. കുട്ടിയുടെ സംസ്കാരം അടക്കം തൈക്കാട് ശാന്തി കവാടത്തിൽ കഴിഞ്ഞിരുന്നു. ജനറൽ സെക്രട്ടറി പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ 6 കുട്ടികൾ, അത് ഇന്നലെയും മെനിഞ്ഞാന്നുമൊക്കെ ആയിട്ട് പല കുട്ടികൾ ഈ പനി ബാധിച്ചും മറ്റ് രോഗം ബാധിച്ചുമൊക്കെ SIT ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. അങ്ങനെയാണ് ഈ 6 കുട്ടികൾ ചികിത്സയിലുണ്ട്. അവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു എന്നാണ് അവസാനമായി സംസാരിച്ചപ്പോൾ ജനറൽ സെക്രട്ടറി പറഞ്ഞത്. എന്തായാലും മറ്റു കുട്ടികളുടെ കാര്യത്തിലൊക്കെ ഡോക്ടർമാർ പരിശോധന നടത്തി വരുന്നുണ്ട്. ഈ പരിശോധന എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. കൂടാതെ ഈ പനിയടക്കമുള്ള അസുഖങ്ങൾ വരുമ്പോൾ മാത്രമാണ് കുട്ടികളെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. അതിൽ അസ്വാഭാവികത ഒന്നുമില്ലെന്നാണ് ജനറൽ സെക്രട്ടറി പറയുന്നത്. ശരി, അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ വായിച്ചായിരുന്നത്.